വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് പിറ്റേന്ന് പകൽക്കാലം സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഓസ്ട്രേലിയ ചന്തയിൽ കൊണ്ടുവന്ന് ചില ഗൾഫ് രാജ്യങ്ങളിൽ പച്ച മനുഷ്യന്റെ കൈയും കാലും വെട്ടുന്നത് പോലെ അവന്റെ കഴുത്തറുത്ത് മാറ്റിയപ്പോൾ രക്തം തെറിക്കുമ്പോൾ അവന്റെ നാവ് ചലിച്ചെന്ന് ജോസഫസ് ഞാൻ നല്ല പോർ പൊരുതി. അതാ വിശ്വാസിയുടെ പ്രത്യാശ. ഇവിടെ ഞാൻ അസ്തമിച്ചാൽ നിത്യതയുടെ കവാടത്തിൽ എനിക്ക് സ്വർഗമുഖത്ത് ഒരു വീടുണ്ടവൻ മരണത്തെ കണ്ടിട്ട് ഭയപ്പെടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയും, മരണം കാണുമ്പോൾ ദൈവ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. പ്രൊമോട്ടഡ് ടു ഗ്ലോറി. ഇന്ന് രാത്രി ഇതാ പൗലോസിന്റെ ജീവിതം. ഇന്ന് രാത്രി വായിച്ചത് 11-ാമത്തെ അധ്യായത്തിൽ അവരുടെ ഭ്രംശം ഇസ്രായേൽ മക്കൾ ചിതറും, ലോകം അവരെ അംഗീകരിക്കും. അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ കർത്താവ് വരാൻ പോകുന്നു. ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞു, 1-ാമത്തെ ലോകമഹായുദ്ധത്തിനകത്ത് അവർക്ക് വീടും കാറും ഒന്നും കിട്ടിയില്ല. അവർക്ക് അത്യാവശ്യമായിട്ട് ലൈഫ് മിഷനകത്ത് ഇവിടെ ടാർപ്പ കിട്ടിയിരിക്കുന്നത് പോലെ തുർക്കിയിലെ ഒട്ടോമൻ സാമ്രാജ്യത്തിനകത്ത് നിന്ന് മടങ്ങി വരുവാൻ കൃപ ലഭിച്ചു. ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ലോകം 2 ചേരിയിലേക്ക് പോയി. 1939 മുതൽ 45 വരെ ഭയങ്കര യുദ്ധം നടക്കുന്നു. അപ്പോൾ പഴയ ചക്രവർത്തിമാരെല്ലാം മാറി. ഇപ്പോൾ ലോകത്തിലെ മേജർ പോലീസായി ആരാണെന്നറിയാമോ? അമേരിക്ക. മറ്റൊരു ശക്തിയുണ്ട് ജപ്പാൻ. അന്നൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുക. ആ സംഭവം നടക്കുന്ന എന്താണെന്നറിയാമോ? അമേരിക്കയ്ക്ക് ആറ്റം ബോംബ് ഉണ്ടാക്കാൻ സാധനങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ നടക്കുന്നില്ല. അമേരിക്കയുടെ നല്ലൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ചിക്കാഗോ യൂണിവേഴ്സിറ്റി. ചിക്കാഗോ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത പറഞ്ഞു തരാം. അവിടെ 40-80 ശാസ്ത്രജ്ഞന്മാർ ആറ്റം വിഭജിക്കുവാൻ പദ്ധതി വെക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന രഘുത ശാസ്ത്രജ്ഞനാണ് ടിക്കോ ഫെർമി. അവൻ നേതൃത്വം കൊടുക്കുന്ന പകൽ 40 രാത്രി 40. ജപ്പാൻ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റിന്റെ പേര് ഹാരി എസ് ട്രൂമാൻ. അദ്ദേഹം വിളിച്ചൊരു കാര്യമുണ്ട്. അദ്ദേഹം വിളിച്ചിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞ്, ടിക്കോ ഫെർമിയോട്, സുഹൃത്തെ, എങ്ങനെങ്കിലും ആറ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും, നമ്മൾ പൊട്ടിത്തെറിക്കേണ്ട ഗതി വരും. അങ്ങനെ ഇവൻ മുൻപോട്ട് പോകുമ്പോൾ ഒരു സംഭവം നടക്കുന്ന, യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ അവരുടെ കുമ്പനാടുമായിട്ട് പ്രത്യേകിച്ച് തിരുവല്ല വാരിക്കാട് ഒരു കൺവെൻഷൻ നടക്കുന്നു. ഇന്നത്തെ പലവരെയും പഠിപ്പിച്ചിട്ടുള്ള പാസ്റ്റർ കെ എബ്രഹാം അഥവാ ഉണ്ണൂണി സാർ, അദ്ദേഹം കുമ്പനാട് വാരിക്കാട് വെച്ചൊരു പ്രസംഗം പ്രസംഗിച്ചു. ഈ 2-ാം ലോക മഹായുദ്ധത്തിൽ ഇസ്രായേൽ മടങ്ങി വരാൻ പോകുന്നു. അദ്ദേഹം എടുത്ത വാക്യം കർത്തൃദാസൻ വായിക്കുക. ആ സമയത്ത് മലയാള മനോരമയൊക്കെ പത്രമുണ്ട്, മാതൃഭൂമിയൊക്കെ ഉണ്ട്. അതിനകത്ത് ജപ്പാൻ മുന്നേറുന്നു, ജപ്പാൻ മുന്നേറുന്നു, ജപ്പാൻ മുന്നേറുന്നു, അമേരിക്ക തളരുന്നു. അദ്ദേഹം ബൈബിൾ എടുത്തുകൊണ്ട് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ സീനിയർ നേതാക്കളിൽ ഒരാളെ പാസ്റ്റർ കെ എബ്രഹാം തിരുവല്ല വാരിക്കോട് ചങ്കൂറ്റത്തോടെ പറഞ്ഞു, ഇസ്രായേൽ മടങ്ങി വരും. അദ്ദേഹം പ്രസംഗിച്ച വചനം ഇന്ന് രാത്രി കർത്തൃദാസൻ പ്രതി വായിച്ച് സഹായിക്കണം. എസെക്കിയേൽ പ്രവചനം 37, 5, 6, 7 വാക്യങ്ങൾ എല്ലാവരും എടുത്താട്ടെ. ഇതാ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയിലെ പലർക്കും ഇതറിയത്തില്ല. അദ്ദേഹം അവരുടെ ഏറ്റവും സീനിയർ നേതാവായി ഇത് പ്രസംഗിച്ച യഹൂദൻ മടങ്ങി വരും. മോൻ വായിച്ചാട്ടെ. എസെക്കിയേൽ പ്രവചനം 37, 5, 6, 7 വാക്യങ്ങൾ വായിക്കാം. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അസ്ഥികളോട് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും ചിതറട്ടെ. ലോക രാജ്യങ്ങളിൽ അസ്ഥികളായ യഹൂദന്മാർ ചിതറി, വീടില്ല, കാറില്ല, ഒന്നുമില്ല. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് വായിച്ചിട്ട് മോനെ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ ശ്വാസം വരുത്തും പറഞ്ഞത് IPCയുടെ സ്ഥാപക നേതാക്കൾ ഒരാൾ. അടുത്തത് വായിച്ചാട്ടെ. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് കിടക്കുന്ന നിങ്ങളുടെ മേൽ ഞരമ്പ് വെക്കും. ഇന്ന് നിങ്ങൾക്ക് രാജ്യമില്ല, ശ്വാസമില്ല, ഒന്നുമില്ല. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെക്കും. അടുത്തത് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. കിടക്കുന്ന തകർന്നു പോയ ഇസ്രായേലിനകത്ത് ദൈവശ്വാസം ഇറങ്ങി നിങ്ങൾ ഒരു രാജ്യമായി തീരും പറഞ്ഞത് പാസ്റ്റർ കെ എബ്രഹാം. ഓൺലൈനകത്ത് കാണുന്ന IPCക്കാരുണ്ട്, കേൾക്കണം, നിങ്ങൾക്ക് പോലും അറിയത്തില്ല. അദ്ദേഹത്തിന്റെ നിർണായകമായ പ്രസംഗമാണ്. കേരളം ഞെട്ടിയെന്ന് പറയുന്ന അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. അടുത്തത് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. വന്നു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. കരമുയർത്തുന്നവർക്കായി ചിതറിപ്പോയ യഹൂദൻ മടങ്ങി വരുന്നു. ഈ ഹല്ലേലൂയ നിഗതന്മാരെ മതിമക്കള് അവരുടെ മേൽ കാറ്റടിക്കും. അസ്ഥിയോട് ചേർന്നു. ലോക രാജ്യങ്ങൾ പറഞ്ഞു, ഇനി യഹൂദൻ ഒരു രാജ്യം കാണത്തില്ല, യഹൂദൻ ഒരു സ്ഥലം കിട്ടത്തില്ല. പക്ഷെ പാസുകേയപ്രകാം ചങ്കൂറ്റത്തോടെ പറഞ്ഞു, ഞങ്ങളുടെ കാര്യങ്ങളിരിക്കുന്ന ബൈബിളിലുണ്ട്, അവർ എഴുന്നേറ്റ് വരും ഈ യുദ്ധത്തിനകത്ത്. ഇന്ന് രാത്രി ആകാശം മാറും, ഭൂമി മാറും, പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ മാറും. എന്നാൽ ഞങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിളിന് യാതൊരു മാറ്റവുമില്ല. പിറ്റേന്ന്
പ്രഭാതത്തിൽ വീണ്ടും പത്രവാർത്ത, ജപ്പാൻ മുന്നേറുന്നു. എല്ലാവരുമായി ജീപ്പും പിടിച്ചു കുമ്പനാട്ടിയെന്നു. പക്ഷേ കെ എബ്രഹാം സാറിനോട് ചോദിച്ചു, സാറ് പറഞ്ഞതെല്ലാം തെറ്റതാണ്, ജപ്പാൻ മുന്നേറുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ആരൊക്കെ മുന്നേറിയാലും ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതിയ പ്രവചനം അന്ത്യദിനത്തിൽ നടന്നു വരും. മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഭക്തന്മാരുടെ കാഴ്ചപ്പാട് മടങ്ങി വരാം. രാവും പകലുമായി അവിടെ പരീക്ഷണശാലയിൽ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഹാരിയ സ്റ്റൂമാൽ ആരെ വിളിച്ചെന്നറിയാമോ? ഈ ടിക്കോ ബർമിയോട് പറഞ്ഞ് ആറ്റം വിഭജിക്കണം. അവൻ വീട്ടിൽ പോയി. അവൻ്റെ മുൻപിൽ പഴയ ചരിത്രമുണ്ട്. ഗ്രനേഡ് എങ്ങനെ കടലിൽ കൂടി കടത്തിയത്. അവൻ്റെ സീനിയറായ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ഇന്നലെ പറഞ്ഞ ചിയാം വൈസ്മാൻ. അദ്ദേഹം എവിടെ വെച്ച് ഇത് കണ്ടെടുത്തു? ബൈബിളിനകത്ത് അവൻ ഒരു നിരീശ്വരവാദിയായിരുന്നു. അന്ന് രാത്രി മിസ്റ്റർ ടിക്കോ ബർമി ബൈബിൾ അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. നിരീശ്വരവാദി. പരിശുദ്ധാത്മാവ് അവൻ്റെ കണ്ണ് തുറപ്പിച്ചു. ഇന്ന് രാത്രി വഴികളും വാതിലുകളും അടയുമ്പോൾ നിന്റെ തകരേണ്ട അവസ്ഥയ്ക്കകത്ത് ഈ ജീവനുള്ള വചനം നിന്റെ പുരയ്ക്കകത്ത് എടുത്താൽ യുദ്ധങ്ങളെ ജയിപ്പിക്കുവാൻ കരുത്തുറ്റതാ ഞങ്ങൾ ഉയർത്തുന്ന ദൈവത്തിൻ്റെ വചനം. ഇവിടുത്തെ സയൻസ് മാറും, ഇവിടുത്തെ ഡോക്ടർ മാറും, ഇവിടുത്തെ എഞ്ചിനീയർ മാറും. എന്നാൽ ഇന്ന് രാത്രി വചനമെടുത്താൽ യഹോവയുടെ പുസ്തകത്തെ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ കണ്ണുകൾ തുറന്നു. ആ കണ്ണുകളുടെ പ്രത്യേകത 2 പത്രോസ് 3:10 നിങ്ങളോട് വായിച്ചു തരാ. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരരണ്ട വെളിച്ചത്തിനകത്ത് ഗന്നസരേത്ത് തടാകത്തിൻ്റെ അവിടെ 2 പടകുകൾ ഉണ്ടായിരുന്നു. സ്വോത്രം. എൻ്റെ നാഥൻ അവിടെ പരസ്യോഗം നടത്തിക്കൊണ്ടിരുന്ന സ്വോത്രം. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും പടകിനകത്ത് ഒന്നുമില്ല. എന്നാൽ ശീമോൻ പത്രോസിനുള്ള പടകിനകത്ത് ഒരു കാര്യം ചെയ്തു. അവർ വല കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. വചനം മനസ്സിലാകുന്നവർക്ക് കഴുകൽ എവിടെയുണ്ട് അവിടെ ദൈവകരം ഇറങ്ങി വരും. സ്വോത്രം. എന്ന് നമ്മുടെ ശംഖുമുഖത്തോ പുല്ലുവിളയിലോ വിഴിഞ്ഞത്തോ മീൻ കിട്ടിയില്ലെങ്കിൽ വലയും കളഞ്ഞിട്ട് ഒറ്റ പോക്ക്. സ്വോത്രം. ഇന്ന് രാത്രി യേശു ഗന്നസരേത്ത് ചെന്നു ദാഹമുള്ളവൻ്റെ പടകിലാണ് കയറിയത്. അല്ലാതെ കടലയും കുറിച്ച് കൊച്ചുപീടി അടിക്കുന്നവൻ്റെ പടകിൽ എൻ്റെ നാഥൻ കയറിയില്ല. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. കടലിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിലും അവൻ്റെ പ്രത്യാശയുണ്ട്, നാളെ വല്ലതും ലഭിക്കും. അതുകൊണ്ടാണ് പടക് കഴുകി വൃത്തിയാക്കുന്നത്. കർത്താവ് അവനോട് ചോദിച്ചു, കുഞ്ഞെ അല്പം ഒരു പരസ്യോഗത്തിന് പ്ലാറ്റ്ഫോം തരുമോ? പത്രോസ് പറഞ്ഞ് കയറി പ്രസംഗിച്ചോളാം. ഒരു ഇടിവെട്ട് പ്രസംഗം പ്രസംഗിച്ചപ്പോൾ അവൻ്റെ ചങ്കിനകത്ത് കയറി പത്രോസിനോട് സ്വർഗ്ഗം സംസാരിച്ചു തുടങ്ങിയപ്പോൾ പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പാപിയായ മനുഷ്യൻ, നീ എന്നെ വിട്ടു പോകണം. സ്വോത്രം. ഇന്ന് രാത്രി ഇതിൻ്റെ പേരാ മാനസാന്തരം. പത്രോസിനോട് ചോദിച്ച്, എന്താ കുഞ്ഞെ നിന്റെ വിഷയം? പത്രോസ് പറഞ്ഞു, കഴിഞ്ഞ രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചിട്ട് എൻ്റെ വലയ്ക്കകത്തൊന്നും കയറിയില്ല. സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ആഴത്തിലേക്ക് ഇറക്കി വലയിറക്കുക. ഇന്ന് രാത്രി ഇവിടെ വചനം കേൾക്കുന്ന ദൈവമക്കൾ, കടലിൻ്റെ ശാസ്ത്രം അറിയാവുന്നവൻ, മുക്കുവ കുടിലിൽ ജനിച്ചു വളർന്നവൻ, ഏത് വല എവിടെ ഇട്ടാൽ മത്തിയും അയിലയും ചാളയും കിട്ടുമെന്ന് വ്യക്തമായിട്ട് അറിയുന്നവൻ, കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് അവൻ്റെ വലയിൽ ഒന്നും കയറിയില്ല. ഒരു മത്സ്യത്തൊഴിലാളിയുടെ വലയ്ക്കകത്ത്, ഒരു ബോട്ടിനകത്ത് അനേക വലകൾ കാണും. എൻ്റെ നാഥൻ പറഞ്ഞത് ഒരു വലയല്ല, സകല വലകളും ആഴത്തിലേക്ക് ഇറക്കാൻ. എന്താ സംഭവം എന്നറിയാമോ? ഒരു പെരുത്ത മീൻകൂട്ടം അതിനകത്ത് ലഭിക്കാനിടയായി. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങൾ വരെ നിനക്കൊരു നന്മ പോലും കിട്ടിയില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നിലവിളിച്ച് നീ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ ശൂന്യമായ പടകുകളെ നിറയ്ക്കുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവശക്തൻ ആര് കരമുയർത്ത്? ഇന്ന് രാത്രി നിന്റെ കുടുംബം കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്താൽ, അവൻ്റെ മുൻപിൽ മുട്ടുമടക്കിയ നിന്റെ വിഷയത്തെ ഏറ്റുപറഞ്ഞ ഇന്ന് രാത്രി ശൂന്യമായ പടകിനകത്ത് നിറവ് കൊണ്ടുവന്ന കർത്താവ് ഈ കൺവെൻഷൻ കൂട്ടത്തിനകത്ത് നിന്റെ പടകിനെ നിറയ്ക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അവൻ സാധാരണ ദൈവമല്ല. ഹല്ലേലൂയ. കടലിലെ ശാസ്ത്രം അറിയാമെന്ന് തകർന്നപ്പോൾ അവൻ്റെ ഒറ്റ വാക്കിനകത്ത് ഉൾക്കടലിൽ കടന്ന മത്സ്യങ്ങളെ പത്രോസിന്റെ വലയ്ക്കകത്ത് കൊടുത്തങ്ങ് കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് ഇറവ്. ഇന്ന് രാത്രി പറ, അവൻ ആർക്കും കടക്കാരനല്ല. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, വചനത്തിൽ ഉറച്ചവർക്ക്, മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവർക്ക്, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തപരമായി വഴി നടത്തുന്ന മഹാദൈവത്തെയാ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അവൻ പടകും വലയും വിട്ടാണ് പിന്തുടർന്നു. അവനായി എഴുതിയത് ആറ്റം പൊട്ടുമെന്ന്. ടിക്കോ ബർമയുടെ കണ്ണുകൾ തുറക്കുവാനിടയായി. ടിക്കോ ബർമയുടെ കണ്ണുകൾ തുറന്നു. എന്ത് ചെയ്തു? സ്വർഗ്ഗം അവനെ ഒരു വാക്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. വായിക്കാം. 2ാം ലോകമഹായുദ്ധത്തിനകത്ത് ഇസ്രായേലിന്റെ മടങ്ങിവരവിനകത്ത് പ്രവർത്തിച്ചത് ദൈവത്തിന്റെ വചനം. 2 പത്രോസ് 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. കുഞ്ഞ് വായിച്ച് സഹായിച്ചാട്ടെ. 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കാം. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. കിടക്കുന്ന വായിക്കുന്ന മനസ്സിലാകുന്നവർക്കായി
ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. കള്ളൻ വരുന്നത് എന്താ? രാത്രിയിലാണ് കള്ളൻ വരുന്നത്, പകല് ഫോൺ ചെയ്തിട്ടല്ല വരുന്നത്. നനയാത്ത നാഴികയിൽ മനുഷ്യകുമാരൻ വെളിപ്പെട്. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. അടുത്ത വാക്ക് വായിച്ചാട്ട് മോനെ. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ഇന്നലെ തൊട്ട് കുഞ്ഞുങ്ങൾ പാടുന്നു, അമ്പര ചുംബികൾ ചൂള പോലെ കത്തുന്ന നാൾ വരുന്നതാ. കേൾക്കുന്ന ദൈവമക്കൾക്കായി സ്വോത്രം. ആ ചൂള പോലെ കത്തുന്ന നാൾ വരുന്നത് പറഞ്ഞപ്പോഴേ നിങ്ങളോടൊരു കാര്യം പറയാൻ ഓർമ്മിച്ചത്, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഖാവ് EMS ഒരിക്കൽ പ്ലെയിൻ യാത്ര ചെയ്യുന്നു. പ്ലെയിൻ യാത്ര ചെയ്തപ്പോൾ തൊട്ടപ്പുറത്തൊരു പാസ്റ്റർ മരിക്കുന്നു. സ്വോത്രം. അപ്പം പാസ്റ്റർ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നു, EMS എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പം പാസ്റ്ററിനോട് EMS ചോദിച്ചു എന്താ വായിക്കുന്നു? അപ്പം പാസ്റ്റർ പറഞ്ഞു, ഈ ലോകമെല്ലാം കത്തി എഴുതിയാറായി, മലാക്കി പ്രവചനമാണ് വായിക്കുന്നത്, ഇന്നുള്ള ആകാശവും ഭൂമിയെല്ലാം കത്താറായി. ഉടനെ സഖാവ് EMS പാസ്റ്ററോട് ചോദിച്ചു, ഇത്ര അറിഞ്ഞിട്ട് താങ്കൾ എത്ര പേരോട് പറഞ്ഞെന്ന്? മിണ്ടുന്നില്ലല്ലോ, സന്തോഷമില്ലല്ലോ. സ്വോത്രം. സഖാവ് EMS ഇദ്ദേഹത്തോട് ചോദിച്ചതാ, പാസ്റ്ററോട് താങ്കൾ ഇത് വായിച്ചിട്ട് കാര്യമെന്ത്? എത്ര പേരോട് ഇത് പറഞ്ഞു? ലോകം കത്താറായി. സ്വോത്രം. അതുകൊണ്ട് ആ ചൂള പോലെ കത്തുന്ന നാൾ വരെ ആകാശം കൊടുമുടക്കത്തോടെ ഒഴിഞ്ഞു പോകും. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതാ സയൻസും ബൈബിളും വായിച്ചിട്ട് മോനെ അടുത്ത വാക്യം. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും മൂലപദാർത്ഥം കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും കിടക്കുന്ന ഒരു പദാർത്ഥത്തിന്റെ ഒരാറ്റത്തിന്റെ 3 ഘടകമാ: പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. എല്ലാവരും കേൾക്കണം, ഇതാ നമ്മുടെ പ്രസംഗം. ഇസ്രായേലിന്റെ മടങ്ങി വരവ്. ഒരാറ്റത്തിന് 3 ഘടകമുണ്ട്. 3 parts of an atom, that means proton, electron and neutron. ഇവൻ ഇത് പിടികിട്ടി ആറ്റം പൊട്ടുമെന്ന്. സ്വോത്രം. ഇവൻ അർദ്ധരാത്രി തന്നെ എല്ലാവരെയും ഫോൺ ചെയ്തു. അവൻ ഓടിപ്പോയി. എവിടെ പോയെന്നറിയാമോ? അമേരിക്കയിലെ ചിക്കാഗോ യൂണിവേഴ്സിറ്റി ചെന്നു. പ്രോട്ടോണും ഇലക്ട്രോണും ഒരു സൈഡിലാക്കി, അതിനകത്ത് നിന്ന് ഒരു കാര്യം, പ്രോട്ടോണും ന്യൂട്രോണും ഒരു സൈഡിലാക്കി, ഇലക്ട്രോൺ അങ്ങ് മാറ്റി, എന്നിട്ട് ഇലക്ട്രിക് സപ്ലൈ കൊടുത്തു. ഒരു സംഭവം നടന്നു. ചിക്കാഗോ യൂണിവേഴ്സിറ്റി പൊട്ടിത്തെറിച്ചു. എല്ലാവരും മനസ്സിലാക്കണം, 40 ശാസ്ത്രജ്ഞന്മാർ പടപടാ മരിച്ചുപോയി. 40 പേർ കോട്ടുമായിട്ട് ഓടി. ആംബുലൻസുകളുടെ സൈറൻ മുഴങ്ങുമ്പോൾ മിസ്റ്റർ ടിക്കോബർമി വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്: ശാസ്ത്രം തോറ്റു, ബൈബിൾ ജയിച്ചു. കരമുയർത്തുന്നവർക്കാ. ഞാൻ എത്ര ദിവസം കൊണ്ട് ഇവിടെ പദ്ധതി വെച്ചിട്ടും ഒരു ആറ്റത്തെ പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ബൈബിളിനകത്ത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു മുക്കുവ കുടിലിൽ ഒരു കെമിസ്ട്രി, ഫിസിക്സോ അല്ലെങ്കിൽ സയൻസ് അറിയാത്ത ഒരുവന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പത്രോസിലേക്ക് എഴുതി വെച്ചു, ആറ്റം പൊട്ടുന്ന ദിവസം ഒരു സ്വോത്രം. അങ്ങനെ ആറ്റം ബോംബുണ്ടാക്കിയത് ഡോക്ടർ ടിക്കോബർമി. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. 1945 ഓഗസ്റ്റ് 6-8 2 ആറ്റം ബോംബുകൾ എവിടെ കൊണ്ടുപോയെന്നറിയാമോ? ജപ്പാന്റെ മേളിൽ കൊണ്ടുപോയി. ഓഗസ്റ്റ് മാസം 6-ാം തീയതിയും 8-ാം തീയതി. ഒന്നാമത്തെ ആറ്റം ബോംബ് ഒരു വിമാനത്തിൽ എനാഗുള, അതിനെ ഇട്ട് പേര് ലിറ്റിൽ ബോയ്, അതിനെ കൊണ്ട് രാവിലെ ഹിരോഷിമയിലിട്ട് 80,000 പേരങ്ങ് മരിച്ചുപോയി. മക്കളെ, ഇസ്രയേലിന്റെ മടങ്ങി വരവ്. ഓഗസ്റ്റ് 8-ാം തീയതി അടുത്ത വിമാനം കയറി. അതിന്റെ പേര് ബോക്സ് കാർ. അമേരിക്കയിൽ നിന്ന് രണ്ടാമത്തെ പ്ലൂട്ടോണിയം ബോംബ് നാഗസാക്കിയിൽ കൊണ്ടിട്ടു. 1.5 ലക്ഷം പേർ മരിച്ചു വീണു. രാവിലെ സ്കൂളിൽ പോയ കുഞ്ഞുങ്ങളുടെ ചോറുപാത്രമെല്ലാം പൊട്ടിച്ചിതറി. അവർ വെള്ളത്തിൽ ചാടി. അവരെല്ലാം ഹല്ലേലൂയ കണ്ണ് തടത്തിൽ ഉരുകിപ്പോയി. ജപ്പാൻ പറഞ്ഞു, യുദ്ധം അവസാനിച്ചു, ഞങ്ങൾ തോറ്റു, അമേരിക്ക ജയിച്ചു. മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. 2-ാം ലോക മഹായുദ്ധത്തിനകത്ത് സ്വോത്ര ഹല്ലേലൂയ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ വചനം. അതിൻ്റെ പിൻപിൽ കരം ചലിച്ചത് ഒരു യഹൂദൻ്റെ. അവനെ വിളിച്ചിട്ട് ആര്യസ്റ്റുമാൻ ചോദിച്ചു, നിനക്ക് എന്താ വേണം? ഇന്നലെ രാത്രി പറഞ്ഞോള്, ഒരു കൺവെൻഷൻ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും കുറച്ച് പണം തരണം, അമേരിക്കയ്ക്ക് വിസ തരണം, ഇന്നോവ കാർ തരണം. പക്ഷേ ഇവൻ എന്താ പറഞ്ഞ? ടിക്കോബർമി പറയും, സാറേ ഞങ്ങൾക്ക് ഇതുവരെ കരമടച്ച ഭൂമി കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് ഇതുവരെ നല്ലൊരു സ്ഥലം കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ ആൾക്കാർ ടെൻറ്റിനകത്ത് കിടക്കുക. ഇന്ന് ലോക പോലീസ് അമേരിക്ക അബ്രഹാം കാൽ കുത്തിയ സ്ഥലം ഞങ്ങൾക്ക് മടക്കി തരണം. വചനം മനസ്സിലാകുന്നവർക്കായി. അപ്പോൾ ലോക രാജ്യങ്ങളോട് ചോദിച്ചു എവിടെ കൊടുക്കണം. ചിലർ പറഞ്ഞ് ഇന്ത്യ കൊടുക്കുക, ചിലർ പറഞ്ഞ് മിഡിൽ ഈസ്റ്റിൽ കൊടുക്കുക, ചിലർ പറഞ്ഞ് ആഫ്രിക്ക കൊടുക്കുക, അപ്പം പറഞ്ഞ് അമേരിക്ക കൊടുക്കുക. ഇവർ പറഞ്ഞ് പോരാ, 1890 കിലോമീറ്റർ ഇറാഖിലെ മെസപ്പൊട്ടോമിയയിൽ നിന്ന് ഞങ്ങളുടെ വല്യപ്പച്ചനെ സ്വർഗം കൊണ്ടുവന്ന പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം ഞങ്ങൾക്ക് ലഭിക്കണം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 1948 ഏപ്രിൽ 14 പെസഹാവ്യാഴ്. 1948 മെയ് 14-ാം തീയതി ഡേവിഡ് ബെൻഗൂറിയോൻ കൊടി ഉയർത്തിക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ കണ്ട 6 കാലുള്ള നക്ഷത്രത്തെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളിർത്തു. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന്, ലോകത്തിന്റെ അവസാനത്തിന് അടയാളം. അത്തിയെ നോക്കി ഒരു മൊബ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. ഇന്ന് രാത്രി 22,160 കിലോമീറ്റർ അന്ന് ലഭിച്ച ഇസ്രയേൽ, 673 കിലോമീറ്റർ കിഴക്കൻ ജെറുസലേം, 6,750 കിലോമീറ്റർ പലസ്തീൻ,
ഇപ്പുറത്ത് കിടക്കുന്ന 374 കിലോമീറ്റർ ഗാസ. അന്ന് തൊട്ടായി പ്രശ്നം ആരംഭിക്കുന്നത്. 1947 ഇതെല്ലാവരും കേൾക്കണം ലൈന്. 1947 വന്നപ്പോൾ ഇവർ 4 ലക്ഷം പേരേ ഉള്ളൂ. അന്നൊരു സംഘടന ഉണ്ടായി രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ. ആ സംഘടനയുടെ പേര് എന്താണെന്നറിയാമോ? യുണൈറ്റഡ് നേഷൻസ്. ഇന്നുമുണ്ട് ഐക്യരാഷ്ട്ര സംഘടന. ആകെ 3 ലക്ഷം പേര് യഹൂദന്മാരുള്ളു. അപ്പം 4 ലക്ഷം പേര് അവരവിടെ കൊണ്ട് കത്ത് കൊടുത്തു. കത്ത് കൊടുത്തപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ 4 ലക്ഷം പേരേ ഉള്ളു, നിങ്ങളെവിടെ ചേർക്കത്തില്ല. അമേരിക്കക്കാരൻ പറഞ്ഞു, അവരെ ചേർക്കരുത്, അവർ കുഴപ്പക്കാരാ, യുദ്ധത്തിൽ ജയിച്ചിട്ട് ഞങ്ങളോട് പിടിച്ചു പറിച്ചാൽ ഈ സ്ഥലം മേടിച്ചിരിക്കുന്നവർ കുഴപ്പക്കാരാ. അതിന് യഹൂദൻ ഒരു ബുദ്ധി ചെയ്ത് തലയവൻ്റെ കയ്യിലാണ്. റഷ്യയിൽ നിന്ന് 3 ലക്ഷം അർമീനിയക്കാരെ കൊണ്ടുവന്ന് ജനസംഖ്യ 7 ലക്ഷം തികച്ചു. മലയാളം ഇവിടെ കാരക്കോണത്ത് മെഡിക്കൽ കോളേജ് ഉണ്ട്. എന്താ അതിൻ്റെ പ്രത്യേകത? ഡൽഹിയിൽ നിന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകാർ വരും. 400 രോഗികളില്ലെങ്കിൽ MBBSന് അഡ്മിഷൻ കൊടുക്കത്തില്ല. സ്വത്രം. അപ്പം കാരക്കോണം മെഡിക്കൽക്കാർ ഇവിടുത്തെ അനാഥ മന്ദിരത്തിൽ പോയി എല്ലാത്തിനെയും കൊണ്ടുവരും. പാലും മരച്ചീനിയും കവറും എല്ലാം കൊടുക്കും. സ്വത്രം. ഡൽഹിക്കാർ വരുമ്പോൾ 400 പേഷ്യൻസ് ഇവിടെ കിടക്കും. അത് കണ്ടിട്ടാ കാരക്കോണത്ത് MBBSന് അഡ്മിഷൻ കൊടുക്കുന്ന. സ്വത്രം. നാട്ടുകാർ കേട്ടാലും കുഴപ്പമില്ല, പച്ചയ്ക്ക് ഞാൻ പറഞ്ഞു തരാം. സ്വത്രം. അതുപോലെ 7 ലക്ഷം പേരുടെ ജനസംഖ്യ ഉണ്ടാക്കി UN-നകത്ത് കൊണ്ട് ഇസ്രായേൽ കൊടുത്തു, ഞങ്ങളെ അംഗീകരിക്കണം. അന്നേരവും പറഞ്ഞ് അമേരിക്ക പറഞ്ഞു നടക്കത്തില്ല. അപ്പം ദൈവം ഇന്ന് പിണങ്ങി നിൽക്കുന്ന റഷ്യ പറഞ്ഞു, എന്തായാലും 7 ലക്ഷം പേര് വന്നതല്ലേ, അവനെ അംഗീകരിക്കുക. ഇന്ന് രാത്രി ശത്രുക്കളുടെ മുമ്പിൽ നിനക്ക് മേശ ഒരുക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്ന, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. നിന്നെ താങ്ങണ്ടവർ നിന്നെ കൈവിടും. ഒരു കാലത്ത് നിന്നെ സഹായിച്ചവർ മാറി നിൽക്ക്. എന്നാൽ ദൈവത്തിൻ്റെ കരം നിനക്ക് അനുകൂലമായ, നിനക്കെതിരെ നിൽക്കുന്നവൻ നിനക്ക് വേണ്ടി കരമുയർത്തി UN-നകത്ത് കൊണ്ടുവരും. 1949 UN-നകത്ത് അവൻ റെഡിയായി കഴിഞ്ഞു. ബൈബിളിനകത്തുണ്ടോ? യഹൂദൻ കൂട്ടത്തോടെ മടങ്ങി വരും. അത്തിയെ നോക്കി ഒരു മപ പഠിപ്പി, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഒരു സംഘടന വന്നു. ഇനി അടുത്ത വാക്യം. അന്ന് ബെൻഗൂറിയൻ ഒരു കാര്യം പറഞ്ഞ് എല്ലാവരും മടങ്ങി വരണം. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കേൾക്കണം, 2 മിനിറ്റ് പോയാലും. ഡേവിഡ് ബെൻഗൂറിയോൻ ഇസ്രായേൽ രാഷ്ട്രം സ്വതന്ത്രമായി പ്രസ്താവിച്ചപ്പോൾ ഒരു കാര്യം അവിടെ മൈക്കിൽ കൂടെ പറഞ്ഞു, ഹാം റേഡിയോയിൽ കൂടെ, ഇന്ത്യയെ നിങ്ങൾ മറക്കരുത്. ലോക രാജ്യങ്ങൾ മുഴുവൻ നമ്മളെ പടപട കൊന്ന്, അഥവാ നമ്മുടെ ശരീരങ്ങൾ വെട്ടിമുറിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട ഗർഭിണികളുടെ വയറ്റിനകത്ത് അവർ കുത്തിയിറക്കി. അവിടെ എല്ലാം കുത്തിയിറക്കിയപ്പോഴും ഇന്ത്യയുടെ കൊച്ചി മുതൽ മണിപ്പൂർ വരെ ഒരു യഹൂദനെ പോലും അവർ കൊന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയെ നിങ്ങൾ മറക്കരുത്. ഇന്ന് രാത്രി കാരക്കോണക്കാർ കേൾക്കണം. ഇസ്രയേലിൻ്റെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ 9ാം ക്ലാസ്സിൽ ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് 4 പേജാണ് ഇന്ത്യയെ പറ്റിയുള്ളത്. ആ പേജ് അവർ മാറ്റത്തില്ല. എന്താ മാറ്റാത്ത കാര്യം? അവരുടെ പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, ലോക രാജ്യങ്ങൾ മുഴുവൻ നമ്മളെ തകർത്തപ്പോഴും നമ്മുടെ ഭാവി തലമുറ മനസ്സിലാക്കണം, ഇന്ത്യ നമുക്ക് പോറ്റമ്മയാ. അതുകൊണ്ടാണ് ഇന്ത്യ തകരാത്തത്. കർത്താവിൻ്റെ ഹിതമെന്താ? ദൈവം അബ്രഹാമിനോടൊരു വാഗ്ദത്തം ചെയ്തു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. കരമുയർത്തുന്നവർക്കാ ഇതാ ദൈവത്തിൻ്റെ കരം. ലോക രാജ്യങ്ങൾ പടപട ഇന്ന് സാമ്പത്തിക വിഷയത്തിൽ മോഴുമ്പോൾ, ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി സാർ 3ാമത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമ്പോഴും ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ ഇങ്ങനെ കുതിക്കുമ്പോഴും ഇതിൻ്റെ പിൻപിൽ ഒരു വാഗ്ദത്തമുണ്ട്. ഇസ്രായേലിനോട് കരുണ കാണിച്ചു. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. സ്വത്രം. ഇന്നും ഇസ്രായേലിനകത്ത് പോയാൽ ഇന്ത്യക്കാരുടെ പ്രത്യേക ബഹുമാനം. അവർ പറയുന്ന ലോകരാജ്യങ്ങൾ തച്ചപ്പോഴും ഞങ്ങളെ കാത്തത് ഇന്ത്യക്കാർ. അങ്ങനെയെങ്കിൽ യഹൂദൻ മടങ്ങി വരുമോ? അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം. 1948 മെയ് 14 ഇസ്രായേൽ സ്വതന്ത്രമായെങ്കിൽ അതിൻ്റെ തലേ വർഷമാണ് ഇന്ത്യയും സ്വതന്ത്രമായി. 1947 ഓഗസ്റ്റ് 15. അതുകൊണ്ട് യേശു പറഞ്ഞു, അത്തി തളിർത്തു കൊമ്പിളതായി. ഇസ്രായേൽ തളിർക്കുന്നതിനോടൊപ്പം ലോക രാജ്യങ്ങൾ മുഴുവൻ സ്വാതന്ത്ര്യത്തിലേക്ക് വരും. ഇതൊരു അന്തിമ യുദ്ധത്തിൻ്റെ ചാലുകൾ. എല്ലാവരും മടങ്ങി വരുമോ? യെശയ്യാ പ്രവചനം ബൈബിൾ എടുത്താട്ടെ, 11-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഇതാ ദൈവത്തിൻ്റെ കരം യഹൂദനെ മുഴുവനായി മടക്കി കൊണ്ടുവരും. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിച്ചിട്ട് മോനെ. അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ, ഇസ്രായേൽ മക്കൾ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ എവിടെ? അശൂരിൽ നിന്നും, സിറിയയിൽ നിന്നും, മിസ്രൈമിൽ നിന്നും, ഈജിപ്തിൽ നിന്നും, പത്രോസിൽ നിന്നും, കൂശിൽ നിന്നും, എത്യോപ്യയിൽ നിന്നും, ഏലാമിൽ നിന്നും, ശിനാരിൽ നിന്നും, ഷീനാർ ഇറാഖിൽ നിന്നും, ഹമാത്തിൽ നിന്നും, മസ്കറ്റ് വരെ യഹൂദന്മാരുണ്ടായിരുന്നു. സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും, കൊച്ചി മട്ടാഞ്ചേരിയിൽ നിന്നും. വായിച്ചാട്ടെ. വീണ്ടുകൊള്ളുവാൻ 2ാം പ്രാവശ്യം കൈനീട്ടും. ഇതാ 2ാം ലോക മഹായുദ്ധം. കരമുയർത്തുന്നവർക്കായി. എത്ര ക്ലിയറായി ചിതറിപ്പോയ യഹൂദർ. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. ലോകക്കാർ ഞെട്ടിപ്പ്. അടുത്ത പ്രവചനം
അന്ന് അവര് പോയത് കപ്പലിനകത്ത്. 48 അവരെങ്ങനെ മടങ്ങി വന്നു? വായിക്കാൻ മോനെ യെശയ്യാ പ്രവചനം 60:8-9. എത്ര ക്ലിയറാ! ദാ ഒരു കൂട്ടം മടങ്ങി വരുന്നു അന്തിമ യുദ്ധത്തിന് വേണ്ടി. വായിക്കാം യെശയ്യാ പ്രവചനം 60:8-9 വാക്യങ്ങൾ വായിച്ചിട്ട് മക്കളെ. അങ്ങനെ ഞാൻ എന്റെ മഹത്വമുള്ള ആലയത്തെ മഹത്വപ്പെടുത്തും. എന്റെ ആലയത്തെ മഹത്വപ്പെടുത്തും. അടുത്തത് മേഘം പോലെ തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെയും പറന്നു വരുന്ന മേഘം പോലെ യവങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെ പറന്ന് ഇസ്രായേൽ ജനം മടങ്ങി വരും. അടുത്ത വാക്ക്, ദൂരത്ത് നിന്ന് നിന്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുക കൊണ്ട് ഇസ്രായേലിന്റെ പരിശുദ്ധനും കൊണ്ടുവരേണ്ടതിന് ദ്വീപുവാസികളും തർശീഷ് കപ്പലുകൾ ആദ്യമായി എനിക്കായി കാത്തിരിക്കുന്നു. ഇതാ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഡേവിഡ് ബെൻ ഗൂറിയൻ വിളിച്ചു പറഞ്ഞു, ആദ്യം അവർ പോയത് കപ്പലിനകത്ത്. ഇവിടെ കുഞ്ഞു വായിച്ചത് മേഘത്തിൽ, വിമാനത്തിനകത്ത് കയറി അവർ മടങ്ങി വരും. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. മേഘത്തിനകത്ത് പ്രാവുകൾ കിളിവാതിലുകൾ പോലെ അവർ മടങ്ങി വരുന്ന കാലം. ഇന്ന് രാത്രി ഇയ്യോബ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. 4 സാമ്രാജ്യങ്ങൾ ഇസ്രായേലിൽ വെട്ടി. ഒന്നാമത്തത് തുള്ളൻ സിറിയ, 2 വെട്ടുകിളി ഇറാഖ് നെബൂഖദ്നേസർ, 3 വെട്ടിൽ ആരാണെന്നറിയാമോ? ഗ്രീസിലെ അലക്സാണ്ടർ. 4-മത്തത് പച്ചപ്പുഴു റോമ സാമ്രാജ്യം. ലോകം വിധി എഴുതി. ഇനി അവർ 4 പേരും ഇസ്രായേലിനെ വെട്ടിക്കളഞ്ഞു. തുള്ളൻ തുള്ളി, വെട്ടുക്കിളി വെട്ടി, വെട്ടിൽ അവനെ മുറിച്ചു കളഞ്ഞു, പച്ചപ്പുഴു നാക്കിയെടുത്തു. അതിനോടനുബന്ധിച്ച് ഇയ്യോബ് ഒരു പ്രത്യാശയോടെ ദൂത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി വായിക്കാം ഇയ്യോബിന്റെ പുസ്തകം 14:7-8-9 വാക്യങ്ങൾ. ഇന്നലെ രാത്രി വായിച്ചതുപോലെ അന്ത്യദിനത്തിന്റെ നാളുകൾ ഇസ്രായേലിനെ പറ്റി 3 മരങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞു. 1 അത്തി അവന്റെ രാഷ്ട്രീയം, ഹോശയ്യ 9:10. 2 മുന്തിരി അവന്റെ ആത്മീയ, അടുത്തത് ഒലിവ് അവന്റെ സൗന്ദര്യമെങ്കിൽ ഇതിനെ എല്ലാവരും വെട്ടിക്കളഞ്ഞു. തുള്ളൻ തുള്ളി, വെട്ടുക്കിളി വെട്ടി, വെട്ടിൽ നക്കി, പച്ചപ്പുഴു അതിനെ ഇല്ലായ്മ ചെയ്തു. എന്നാൽ അതിന്റെ നടുവിൽ അവർ എഴുന്നേറ്റ് വരും. വായിക്കാം ഇയ്യോബിന്റെ പുസ്തകം 14:7-8-9 വാക്യങ്ങൾ. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. കരമുയർത്തുന്നവർക്കായി ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. വചനം ഏറ്റെടുക്കുന്നവർ. അടുത്തത്, അതിനെ വെട്ടിയാൽ പിന്നെയും ഇസ്രായേലിനെ വെട്ടിയാലും അത് പൊട്ടിക്കിളർക്കും. കരമുയർത്തുന്നവർക്കായി. അടുത്തത്, അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. അതിന്റെ വേര് നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. കരമുയർത്തുന്നവർക്കായി. ലോക രാജ്യങ്ങൾ മുഴുവൻ അവനെ വെട്ടിക്കളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, വെട്ടിലും വെട്ടുകിളിയും പച്ചപ്പുഴു. അത് കഴിഞ്ഞ് പിന്നെ ഹല്ലേലൂയ, വെട്ടിലുമെല്ലാം അവനെ വെട്ടി തകർത്തപ്പോഴും അവന്റെ കണ്ണുനീർ. അതാ ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം 1867 ഒരു ചെറുപ്പക്കാരൻ 30 വർഷം കരഞ്ഞപ്പോൾ 1897 ഒരു പുസ്തകം എഴുതിയപ്പോൾ അതിൻ്റെ മറവിൽ ദൈവകരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി പറയണ ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. ആരൊക്കെ നിന്നെ വെട്ടിയാൽ, കൊമ്പുകൾ പോയാൽ, നിന്റെ വീട്ടിനകത്ത് ഹല്ലേലൂയ നന്മ വരത്തില്ലെന്ന് പറഞ്ഞാൽ, കണ്ണുനീരിന്റെ ഗന്ധം ഇറങ്ങിയ നിന്റെ വേരിനകത്ത് മുള പൊട്ടിക്കുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം, വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന്, ലോകത്തിന്റെ അവസാനത്തിന് മടയാളം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തു.